ഇക്ക് 4 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിൽ നിന്ന് റോഡിന് കൊടുക്കാനില്ല. ഹംസേ, ഈ ഒന്ന് ഓർക്കണം, അപ്പുറത്ത് കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഒരു ആശുപത്രി പോണെങ്കിൽ രോഗിനെ ഏറ്റിക്കൊണ്ടാ പോകേണ്ടത്. എന്തേറ്റ് മനസ്സിലാക്കിയത്? നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഇക്കതിന് മാറ്റം ഉണ്ടാവില്ല. എന്ത് തേങ്ങയിൽ മൂടാടാ ഈ പറയുന്നത്? ഞങ്ങൾ റോഡ് വെട്ടാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ റോഡ് വെട്ടും. മാറി നിൽക്കടാ. ഇജങ്ങ് ഒലത്തും അന്റെ കാലിന് നെരിയാണ് നമ്മൾ വെട്ടും. ആർക്കാണ് നമ്മുടെ സ്ഥലത്തോടെ ബൈവെട്ടന്റെ? എന്തായി കാണുന്നേ? ഒരു ബൈക്ക് വേണ്ടി തന്നെ ചാൻ പോവാ? ആചാര്യ, ഇത് കേക്കി. എല്ലാവർക്കും വേണ്ടിയാ റോഡ് വെട്ടുന്നത്. ഇവൻ മാത്രം എതിർ നിൽക്കുക. ആചാര്യ, ഇന്റെ സ്ഥലം കൊടുത്തിട്ട് ഇവർ റോഡ് വെട്ടില്ല. നിങ്ങൾ രണ്ടു കൂട്ടർ ഇങ്ങനെ പറഞ്ഞാൽ കാര്യം നടക്കില്ല. എന്താ പ്രത്യേകം ഇവരെല്ലാരും റോഡ് വെട്ടാൻ നിൽക്ക. ഓന്റെ സ്ഥലം റോഡ് വെട്ടാൻ കൊടുക്കൂല എന്നാണ് ഈ അംസ പറയുന്നത്. ഓ സമ്മതിച്ചില്ലല്ലോ നമ്മൾ റോഡ് വെട്ടും. ധൈര്യം വാട വെട്ടാൻ. ഞാൻ പറഞ്ഞോളാം. വഴിയും വെള്ളവും വെളിച്ചവും ഒക്കെയാണ് നാടിന്റെ പുരോഗതിക്ക് ആവശ്യം. ഇവിടെ ഒരു റോഡ് വരുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ്. പക്ഷേ ഹംസയ്ക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേൾക്കട്ടെ. പ്രത്യേകം ഇക്കാകെ 4 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിൽ നിന്ന് റോഡിന് സ്ഥലം കൊടുത്താ അപ്പുറത്ത് കക്കൂസ. ഒരു കിണർ പിന്നെ ഞാനവിടെ കുത്തും. ഞങ്ങൾ കുറെ അംഗങ്ങളുള്ളത് അവിടെ. ഹംസ പറയുന്നതിലും കാര്യമുണ്ട്. പക്ഷേ റോഡ് ഒരു അത്യാവശ്യ കാര്യമാണ് അതിന്. ഹംസയുടെ പുറകിലുള്ള സ്ഥലം ആരുടേതാണ്? അത് കേളുകാരുടെ സ്ഥലം. കേളുവിൻ്റെതാണ്. ഹംസയ്ക്ക് ഈ വിട്ടുകൊടുക്കുന്ന സ്ഥലം വീടിന്റെ പിന്നെ കിട്ടിയാൽ പോരെ? അതിന്റെ വില എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം കേളുവിന്. എന്താ ഹംസേ, അതുപോലെ അത് മതി. ഞാനിത് കേളുവിനോട് പറഞ്ഞ ഹംസയ്ക്ക് നാളെ തൊട്ട് നമുക്ക് റോഡിന്റെ പണി മുടങ്ങാം. ഹംസയും കൂടെ കൂടണം. ഇത് നമ്മുടെ നാടിന്റെ നന്മയ്ക്കാണെന്ന് കരുതുക. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ഇല്ല ഉറപ്പത്തേയോ, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല. എന്നാ പിന്നെ അങ്ങനെ തന്നെ നമുക്ക് നാളെ കാണാം. മല പോലെ വന്ന പ്രശ്നം എലി പോലെ പോയില്ലേ? നാട്ടുകാരുടെ പ്രശ്നം തീർക്കാൻ ബഹുരമന. പക്ഷേ ഇത് പക്ഷേ